വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനർനിർമ്മാണത്തിന് 260 കോടി രൂപ അനുവദിച്ച കേന്ദ്ര സർക്കാർ. കേരളം ആവശ്യപ്പെട്ടതിന്റെ 1/10 താഴെ തുക മാത്രമാണ് കേന്ദ്രം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അനുവദിച്ചത്. 9 സംസ്ഥാനങ്ങൾക്കായി 4645 കോടി രൂപയാണ് അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അനുവദിച്ചത്. കേന്ദ്രത്തിന്റെ വെള്ളപ്പൊക്ക പ്രതിരോധ പദ്ധതിയിൽ തിരുവനന്തപുരം നഗരത്തിനും ധനസഹായം ലഭിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് ചേർന്നത്. ശരത്ത്, ആവശ്യപ്പെട്ടതേറെ, അനുവദിച്ചത് ഒരല്പം മാത്രം. എന്താണ് വരുന്ന വിവരങ്ങൾ? സംഗീത, നമ്മൾ ആവശ്യപ്പെട്ടത് ഏറെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന തുക ചൂരൽമലയിലെ പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുള്ള 9 സിറ്റികളിലെ 9 + 2 കണ്ടർമാണ് പദ്ധതിയിരുന്നു. ഈ 11 സിറ്റികളിലേക്കുള്ള കാര്യങ്ങളിൽ ഒരു തുക അനുവദിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിന് ഗുണകരമാവും തന്നെയാണ്. ഇന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ച മന്ത്രിസഭാ തീരുമാനം വിശദീകരിച്ച റെയിൽവേ മന്ത്രി പറഞ്ഞത് ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. നമ്മൾ ആവശ്യപ്പെട്ട തുക ലഭിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക വയനാട്ടിലെ പുനരധിവാസത്തിന് ലഭിച്ചില്ല. വെറും 261 കോടി രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അത് ഏത് രീതിയിൽ വിനിയോഗിക്കും എന്ന കാര്യം സംസ്ഥാന കേന്ദ്ര സർക്കാർ. തീർച്ചയായും ശരത്ത്, എന്താണെങ്കിലും വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനർനിർമ്മാണത്തിന് 260 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ കേരളം ആവശ്യപ്പെട്ടതിന്റെ 1/10 താഴെ തുക മാത്രമാണ് കേന്ദ്രം ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ കാര്യം. 9 സംസ്ഥാനങ്ങൾക്കായി 4645 കോടി രൂപയാണ് അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അനുവദിച്ചിരിക്കുന്നത്. ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.